നുറുക്ക് ഗോതമ്പ് പായസം തയ്യാറാക്കാനായിട്ട് 1 കപ്പ് റവ, ഗോതമ്പ് റവ എടുത്തിരിക്കുന്ന 3 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വേവിച്ചെടുക്കുക. 1 കപ്പ് റവയ്ക്ക് 400 ഗ്രാം ശർക്കര, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി ഇതുപോലെ ഒരു അടി കട്ടിയുള്ള പാനിലേക്ക് അരിച്ചൊഴിക്കുക. ശർക്കര നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. ശർക്കരയുടെ പാനി നുറുക്ക് ഗോതമ്പ് കുടിച്ചതുപോലെ നന്നായിട്ട് വരണ്ട് വരണം. അടിയിൽ പിടിക്കാതിരിക്കാൻ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഇതിലേക്ക് ആദ്യം 3-ാം തേങ്ങാപ്പാൽ ചേർക്കാം. 4 ഗ്ലാസ്സോളം 3-ാം തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. ഇപ്പം 3-ാം തേങ്ങാപ്പാലും 2-ാം തേങ്ങാപ്പാലും പ്രത്യേകം ചേർക്കണ്ടെന്നുള്ളതെങ്കിൽ അത് രണ്ടും കൂടെ ചേർത്ത് ഒരു 5 ഗ്ലാസ് ഒരുമിച്ചെടുത്തിട്ട് അത് ചേർത്ത് കുറുക്കിയെടുക്കുക. ഇതിപ്പം പ്രത്യേകമായിട്ടാണ് എടുത്തിരിക്കുന്നത്. 3-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കട്ടിയായിട്ട് വരുമ്പം അതിലേക്ക് 2-ാം പാൽ ചേർക്കുന്നുണ്ട്. 2.25 ഗ്ലാസ് 2-ാം പാൽ ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് പാൽ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പാലൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒന്ന് കുറുകി വരുമ്പം അതിലേക്ക് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ചേർക്കാം. അത് കട്ട പിടിക്കാതിരിക്കാൻ ഈ തേങ്ങാപ്പാലിൽ തന്നെ ചേർത്ത് നന്നായിട്ട് കലക്കിയാണ് ചേർത്തിരിക്കുന്നത്. ജീരകപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് ഒന്നും കൂടെ വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് 1-ാം പാൽ ചേർക്കാം. 1-ാം പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത്. 2 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നന്ന് ചൂടായി വരുമ്പം ഗ്യാസ് ഓഫ് ചെയ്ത് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കാം. 1-ാം പാൽ ചേർത്തതിന് ശേഷം ചൂടാവുന്ന സമയത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പിരിയാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് നമുക്ക് വിളമ്പാവുന്നതാണ്. സദ്യക്കൊക്കെ വിളമ്പാവുന്ന രീതിയിലുള്ള നുറുക്ക് ഗോതമ്പ് പായസം തയ്യാറാക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്ത് ഒരു 15-20 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. ഈ രീതിയിൽ നുറുക്ക് ഗോതമ്പ് പായസം എല്ലാവരും തയ്യാറാക്കി നോക്കുക. ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് കൊണ്ട് നമുക്ക് അലങ്കരിക്കുകയും ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.